അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധമായ റജബ് മാസത്തെക്കുറിച്ച് നമ്മൾ 3-4 ക്ലാസ്സുകളിൽ റജബുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. പരിശുദ്ധമായ റജബ് മാസത്തിന് അത്ര വലിയ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിലൂടെയും പരിശുദ്ധമായ റജബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളെ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്ന ഈ സംഭവം നിങ്ങൾ കേട്ടാൽ ഇൻഷാ അല്ലാഹ് ഈമാനുള്ള ഏത് മനുഷ്യനും റജബ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിക്കാതിരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു സംഭവമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖീതു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഞാൻ കൂടുതൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാതെ നേരിട്ട് ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇത് കേൾക്കണം ഇൻഷാ അല്ലാഹ്. ഈ സംഭവം കേട്ടുകഴിഞ്ഞാൽ ഉറപ്പായും ഈ റജബ് മാസം നിങ്ങൾ ഒരു നോമ്പെങ്കിലും പിടിക്കാതിരിക്കുകയില്ല. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ പിടിച്ചില്ലെങ്കിലും റജബ് 27-നെങ്കിലും നിങ്ങൾ നോമ്പ് പിടിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖീതു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഞാൻ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഫഖുൽതു ലഹു മിൻ ഐന ജിഅത യാ മുആദ്. അപ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മിൻ ഐന ജിഅത യാ മുആദ്, അല്ലയോ മുആദേ, നീ എവിടെ നിന്ന് വരുന്നു? നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ചോദിക്കാറില്ലേ എവിടെ നിന്ന് വരുന്നു എന്ന്? എന്നതുപോലെ മുആദ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അല്ലയോ മുആദേ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഖാല, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജിഅ്തു മിൻ ഇൻദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് വരികയാണ്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, മാ സമിഅത മിൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിവുകൾ പഠിച്ചിട്ടുണ്ടാകും, അതെനിക്കും കിട്ടണം എന്ന ചിന്തയോടെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ സമിഅത മിൻഹു, ഹബീബായ തങ്ങളിൽ നീ വല്ലതും കേട്ടോ? നീ എന്താണ് കേട്ടത്? ആ കേട്ടത് എനിക്കും കൂടി പറഞ്ഞു തരി, ഞാനും കൂടെ പഠിക്കട്ടെ. വല്ല ഇൽമും കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഖാല, അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു, ഞാൻ കേട്ടു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു, ഹബീബായ തങ്ങൾ പറയുകയാണ്, അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കേട്ടു. എന്താ പറഞ്ഞത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മുഖ്ലിസൻ ദഖലൽ ജന്ന. ആരെങ്കിലും നിഷ്കളങ്കമായ ഹൃദയത്തോടെ, നമ്മുടെ റജബിലേക്ക് വരികയാണ് കേട്ടോ, റജബിലേക്കുള്ള സംഭവം വരികയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, ആരെങ്കിലും നിഷ്കളങ്കമായ ഹൃദയത്തോടെ മനസാന്നിധ്യത്തോടെ, നല്ല മനസ്സോടെ, നല്ല ഹൃദയത്തോടെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ് കേട്ടോ, അവൻ സ്വർഗത്തിലാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിഷ്കളങ്കമായ ഹൃദയത്തോടെ, മനസാന്നിധ്യത്തോടെ, അള്ളാഹനെ ഇഷ്ടം വെച്ചുകൊണ്ട്, അള്ളാഹനെ പേടിച്ചുകൊണ്ട്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ ചൊല്ലിയ ഒരു മനുഷ്യൻ, നീ അഥവാ അവൻ എന്തെങ്കിലും കാരണവശാൽ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ട് അവനെ സ്വർഗത്തിൽ വിടും, അവസാനം അവൻ സ്വർഗത്തിൽ കടന്നിരിക്കും. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച ഏതൊരു മനുഷ്യനും സ്വർഗത്തിൽ പോകും. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഉച്ചരിച്ച മനുഷ്യൻ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും. അതാര് പറഞ്ഞു? ഹബീബായ തങ്ങൾ പറഞ്ഞു. എന്നാൽ ബാക്കി കൂടി കേൾക്കണം സഹോദരന്മാരെ.
ശിക്ഷ കഴിഞ്ഞിട്ടായിരിക്കും പലരും അവിടേക്ക് വരിക, സ്വർഗത്തിലേക്ക്. നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഒരു സെക്കൻഡ് സമയം പോലും നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകണം. നരകത്തിൽ പോയി കുറേ ശിക്ഷ അനുഭവിച്ചിട്ട് അവസാനം സ്വർഗത്തിലേക്ക് പോകാനല്ല നമ്മൾ ഈ തയ്യാറെടുക്കുന്നത്. കാരണം ഒരു സെക്കൻഡ് സമയം പോലും ആ നരകത്തിൽ കിടക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മളെ കൊണ്ട് കഴിയൂല. അത്രയ്ക്ക് ഭയാനകമാണ് നരകം. അതുകൊണ്ട് ഒരു സെക്കൻഡ് സമയം പോലും ആ നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ, അതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, അതിനു വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. എപ്പോഴെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി എന്ന് ചിന്തിക്കാനല്ല വേണ്ടത്, മറിച്ച് ഒരു സെക്കൻഡ് സമയം പോലും നരകത്തിൽ പോകാതെ സ്വർഗത്തിലേക്ക് പോകണം. അതാ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാരെങ്കിലും ഉച്ചരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടന്നവനാണ്. പിന്നെ പറയുന്നു, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, വമൻ സ്വാമ യൗമൻ മിൻ റജബ്, ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പ് പിടിച്ചാൽ, കേട്ടോണം, റജബിൽ ഒരു ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ, വമൻ സ്വാമ യൗമൻ മിൻ റജബ്, റജബിൽ നിന്നുള്ള ഒരു ദിവസമെങ്കിലും ഒരാൾ നോമ്പ് പിടിച്ചു. എന്താണ് അവൻ്റെ ഉദ്ദേശം? യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, യബ്തഗി ബിഹി വജ്ഹല്ലാഹി ദഖലൽ ജന്ന, അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും റജബ് മാസത്തിൽ നിന്നുള്ള ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ, അത് റജബ് 27 ആകട്ടെ, അല്ലാത്തൊരു ദിവസമാകട്ടെ, റജബിലെ ഒരു ദിവസമാകട്ടെ. ചിലർ റജബ് മുഴുവനും നോമ്പ് പിടിക്കുന്നവരുണ്ട്, അൽഹംദുലില്ലാ. അല്ലെങ്കിൽ റജബിലെ ആദ്യത്തെ 10 ഒരു നോമ്പ് പിടിക്കുന്നവരുണ്ട്, രണ്ടാമത്തെ 10 ഒരു നോമ്പ് പിടിക്കുന്നവരുണ്ട്, മൂന്നാമത്തെ 10 ഒരു നോമ്പ് പിടിക്കുന്നവരുണ്ട്, അൽഹംദുലില്ലാ. ഇതിലൊന്നും പറ്റാത്തവർ റജബ് 27 നോമ്പ് പിടിക്കുന്നവരുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ ദഖലൽ ജന്ന, അവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. കണ്ടോ? അപ്പൊ റജബ് മാസത്തിന്റെ പ്രത്യേകത നോക്കിയേ, റജബിന്റെ പ്രത്യേകത കണ്ടോ? ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സുമ്മ ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇങ്ങനെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നപ്പോ ഞാനത് കേട്ടുകൊണ്ട്, ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായത് കൊണ്ട് തന്നെ ഞാൻ ഹബീബായ തങ്ങളുടെ സവിധത്തിലേക്ക് പോയി. സുമ്മ ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ ഹബീബായ തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഫഖുൽതു, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഹബീബായ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന മുആദൻ അഖ്ബറനി ബികദാ വകദാ, മുആദ് ഇബ്നു ജബൽ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്ന് എന്നോട് പറഞ്ഞു. റജബിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് എന്നോട് പറഞ്ഞു. ഇത് ശരിയാണോ നബിയേ? ഫഖാല, അപ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാണ്, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വദഖ മുആദ്, മുആദ് പറഞ്ഞത് സത്യമാണ് അനസേ, മുആദ് പറഞ്ഞത് സത്യമാണ്, മുആദ് കള്ളം പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് കേട്ട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് അതേപോലെ നിനക്ക് പറഞ്ഞു തന്നതാണ്, അതുകൊണ്ട് സത്യമാണ് അനസേ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സഹോദരന്മാരെ, അപ്പോൾ നമ്മൾ ചിന്തിക്കണം, പരിശുദ്ധമായ റജബിന് അത്ര വലിയ പ്രാധാന്യമുണ്ട്. ആ റജബിനെ കുറിച്ച് ഷഹറുല്ലാഹി എന്നാണ് പറയുന്നത്, അള്ളാഹിന്റെ മാസം. റജബുൻ ഷഹറുല്ലാഹ്, റജബ് അള്ളാഹിന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ മാസമാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള മാസമാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമില്ലേ, 5 വഖത്ത് നിസ്കാരം, അത് നമുക്ക് നൽകിയ മാസമാണ്. നമുക്ക് നൽകിയത് റജബ് മാസത്തിലാണ്. റജബ് 27 രാവിലാണ് നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത്.
5 വഖ്ത് നിസ്കാരം സമ്മാനമായി അള്ളാഹു നൽകിയത് റജബ് 27-നാണ്. വളരെ പ്രാധാന്യമുള്ള രാത്രിയാണ് കേട്ടോ. റജബ് 27 ഇൻഷാ അള്ളാഹ്. റജബ് 27 ഫെബ്രുവരി 8-ാം തീയതിയാണ്. റജബ് 27 ഫെബ്രുവരി 8-ാം തീയതിയാണ്. അതുകൊണ്ട് റജബ് 27-ാം രാവ്, അതായത് നാളെയാണ് റജബ് 27 എങ്കിൽ തൊട്ട് മുമ്പുള്ള രാത്രി, ആ രാത്രിയിൽ ആ രാവിൽ നിങ്ങൾ പരമാവധി ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അന്ന് കഴിയുന്നത്ര സുന്നത്ത് നിസ്കരിക്കണം. അതുപോലെ കഴിയുന്നത്ര ഖളാ ഉള്ളവർ ഖളാ വീട്ടണം. അതുപോലെ കഴിയുന്നവർ ധാരാളം ദിക്റുകൾ ചൊല്ലണം, ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം, ധാരാളം തസ്ബീഹുകൾ ചൊല്ലണം. എന്നിട്ട് നല്ലതുപോലെ ദുആരക്കണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി ദുആരക്കണം. ആ ദുആരക്കുമ്പോ സാധുവായ എന്നെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇപ്പോഴേ ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, പല ആവശ്യങ്ങളും പറഞ്ഞ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങൾ വിളിക്കാറുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ദുആയാണ് ഏറ്റവും വലുത്. എന്നെ വിളിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് പറയുന്നതല്ല. നിങ്ങൾ വിളിക്കുന്നത് കൊണ്ടോ മെസ്സേജ് അയച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ടോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള നമുക്കത് പരിഹാരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആയുധമാണ് ദുആ. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആയുധമാണ് ദുആ എന്നുള്ളത്, പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ട് ദുആ എന്നുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹ് തന്നില്ലേലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ തരാതിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ദുആരക്കുമ്പോൾ അള്ളാഹ് തരുമെന്നുറപ്പാണ്. അള്ളാഹ് ഖൈറായ വഴികൾ തുറന്നു തരുന്നതാണ്, ഖൈറായ വാതിലുകൾ തുറന്നു തരുന്നതാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നഈമി വിഷൻ എന്ന ഈ ചാനലിൽ ഞാൻ നൽകുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്, അത് പഠിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ പകർത്തുന്നവരുണ്ട്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, ഈ ഇൽമ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അല്ലാഹു, അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്. അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ, പരിശുദ്ധമായ റജബ് വളരെ പ്രത്യേകതയുള്ള മാസമാണ്. ആ റജബിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിക്കണം. ഒരു ദിവസം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങ് ഒരു ദിവസമാക്കി ചുരുക്കരുത്. കഴിയുന്നവർ എത്ര പിടിക്കാൻ പറ്റുമോ അത്ര നോമ്പ് പിടിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. ഏതായാലും റജബ് 27 നോമ്പ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 60 മാസം നോമ്പ് പിടിച്ചതിൻ്റെ കൂലിയാണ്. റജബ് 27 നോമ്പ് പിടിച്ചാൽ 60 മാസം നോമ്പ് പിടിച്ചതിൻ്റെ കൂലിയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ നോമ്പാരും വിട്ടുകളയരുത്. അതുപോലെ അന്നത്തെ ദിവസം ഇബാദത്തും വർദ്ധിപ്പിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നത്തി നഹ്റൻ, ഇന്ന ഫിൽ ജന്നത്തി നഹ്റൻ, സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട് കേട്ടോ, യുഖാലു ലഹു റജബ്, ആ പുഴയുടെ പേര് റജബ് എന്നാണ്. ആ പുഴയുടെ പേര് റജബ് എന്നാണ്. അശദ്ദു ബയാദൻ മിനൽ ലബൻ, ആ പുഴയുടെ രൂപം എന്താണ്, ആ പുഴയുടെ ആകൃതി എന്താണ്, ആ പുഴയിൽ ഒഴുകുന്നത് എന്താണ്, ആ പുഴയിലൂടെ ഒഴുകുന്നത് അശദ്ദു ബയാദൻ മിനൽ ലബൻ, ആ പുഴയിലുള്ള വെള്ളം എന്താണെന്നറിയോ, അത് പാലിനേക്കാൾ വെളുത്ത പാനീയമാണ്. ആ പുഴയിലൂടെ ഒഴുകുന്ന പാനീയം അത് ആ പാലിനേക്കാൾ വെളുത്ത പാനീയമാണ്. വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. അപ്പോൾ ഓവർ മധുരമാണ്, കുടിക്കാൻ പറ്റൂല, ഒരു ചെടിപ്പ് വരും എന്നൊന്നും ആരും ചിന്തിക്കണ്ട. കുടിക്കുമ്പോൾ അതിൻ്റെ രുചി വല്ലാത്ത രുചിയായിരിക്കും. എത്ര കുടിച്ചാലും മതി വരാത്ത രുചിയാണ്. അതല്ലാതെ ആഖിറത്തിലെ ഒരു പഴവർഗ്ഗങ്ങളോ ഒരു പാനീയങ്ങളോ നമുക്ക് വെറുപ്പുണ്ടാകുന്ന ഒന്നും അവിടെയില്ല. അതിന് മധുരം കൂടിപ്പോയി അല്ലെങ്കിൽ അതിന് മധുരം കുറഞ്ഞു പോയി
അല്ലെങ്കിൽ രുചി കുറഞ്ഞു പോയി, രുചി കൂടിപ്പോയി, ഇതൊന്നും അവിടെ ഇല്ല. എല്ലാം നല്ല രുചിയുള്ളതാണ്. എല്ലാ പാനീയങ്ങളും എല്ലാ പഴവർഗ്ഗങ്ങളും സ്വർഗവാസികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയതാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാനീയങ്ങളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങളാണ്. തീരുന്നില്ല, ഒരുപാട് അനുഗ്രഹങ്ങളല്ലേ സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങളാണ്, ഒരിക്കലും വിവരിക്കാൻ പറ്റാത്ത വിവരണാതീതമായ അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ അള്ളാഹു തയ്യാർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതൊക്കെ നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊന്നും പറയാൻ യോഗ്യതയുണ്ടായത് കൊണ്ട് പറയുന്നതല്ല. ആരെങ്കിലും ഇത് കേട്ടിട്ട് നന്നായി കഴിഞ്ഞാൽ, അവരെ ദുആ ചെയ്യുമ്പോൾ എന്നെയും കൂടി ഉൾപ്പെടുത്തിയാൽ എനിക്കത് വലിയ ഉപകാരമാണ്. അതുകൊണ്ട് പറയുന്നതാണ്. അതാ സ്വർഗത്തിലെ ഒരു പുഴയുടെ പേരാണ് റജബ്. അതാർക്കുള്ള പുഴയാണെന്നറിയോ? മൻ സ്വാമ യൗമൻ മിൻ റജബ്. ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ സഖാഹുല്ലാഹു മിൻ ദാലിക്കൻ നഹർ. ഈ റജബ് എന്ന് പേരുള്ള ആ പുഴയിൽ നിന്ന് അള്ളാഹു അവനെ കുടിപ്പിക്കുന്നതാണ്. ഈ റജബ് എന്ന പേരുള്ള പുഴയിൽ നിന്ന് കുടിക്കണമെങ്കിൽ റജബ് മാസം നോമ്പ് കുടിക്കണം, അല്ലാത്തവർക്കില്ല. സ്വർഗത്തിൽ കിടക്കുന്ന എല്ലാവർക്കും ഈ പുഴയിൽ നിന്ന് കുടിക്കാൻ പറ്റൂല. റജബ് എന്ന് പേരുള്ള ഈ പുഴ, ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ റജബ് മാസം നോമ്പ് പിടിച്ചവർക്കേ പറ്റുകയുള്ളൂ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു മാസമാണ് റജബ്. റജബിലെ നോമ്പിന് വലിയ പ്രാധാന്യമാണ്, മാസത്തിന് വലിയ പ്രാധാന്യമാണ്, ദുആയ്ക്ക് ഉത്തരമുള്ള രാത്രികളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ഇറക്കണം. അതുപോലെ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ ഇറക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുആ ഇറക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.